കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലി നൽകും. സേഫ് സെയിൻ ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോൾ സഹായം ഇത് ഏത് രീതിയിൽ ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്? എപ്പോൾ ഇവർക്ക് കൈമാറും? ഉടനെ തന്നെ അത് കൈമാറും അമൃത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർക്ക് സൂചിപ്പിച്ച പോലെ അവരുടെ കുടുംബത്തിന് ധനസഹായം നൽകും എന്നുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ നേരത്തെ എടുത്തതാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ആ വിഷയം വരുന്നത്. മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്നായി തന്നെ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ സഹായമായി നൽകാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. അതിനൊപ്പം മകന്, ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നേരത്തെ കുടുംബത്തിന്റെ അഭിപ്രായ വിഷയവുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി നൽകാം എന്ന തരത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോൾ ബിന്ദുവിന്റെ മകൻ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. കാരണം ആ അമ്മ മരിച്ച സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സർക്കാർ ജോലി നൽകും. ഏത് വകുപ്പിൽ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ഏത് വകുപ്പിൽ ജോലി നൽകണം എന്നുള്ള കാര്യം പിന്നീടായിരിക്കും എടുക്കുക. എന്തായാലും 10 ലക്ഷം രൂപ ധനസഹായവും ആ കുടുംബത്തിന് തുടർന്ന് ജീവിക്കാൻ വേണ്ടി മകന് ജോലി നൽകാനുള്ള തീരുമാനമാണ് അമൃത സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്.